ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൊമെന്റ്സ് വിത്ത് അനുശ്രീ. നമ്മൾ പ്ലാൻ ചെയ്ത് അതിനായിട്ടുള്ളൊരു സമയം എത്തിയിട്ടോ. വി ആർ ഗോയിങ് ടു ഗോവ ഫ്രം ദർ ടു ലക്ഷദ്വീപ്. അങ്ങനെ എൻ്റെ ചെക്കൻ മുടിയൊക്കെ വെട്ടി വന്ന് അമ്മ ഉണ്ടാക്കിയ അടിപൊളി മീൻകറിയും ചോറും കൂട്ടി ചോറുണ്ട് നമ്മൾ ഇറങ്ങാനുള്ള പ്ലാനായിട്ടോ. പെട്ടെന്ന് പ്രതീക്ഷിച്ചതായതുകൊണ്ട് ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ലൈഫിൽ ഒരു അടിപൊളി മൊമെന്റ്സ് സ്റ്റാർട്ട് ആവുന്നത് 23 ആഗസ്റ്റ് ആണ്. ഉറക്കൊക്കെ പാസ്സാക്കി എണീറ്റ് രണ്ടുപേരും വരാൻ പോണ മൊമെന്റ്സിനെ വെച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ലോവർ സൈഡ് ബത്തിലൂടെ ഇങ്ങനെ രണ്ടുപേരും ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോകണം എന്നൊക്കെ. ഭയങ്കര ആഗ്രഹമായിരുന്നു ഗോവയെ വരണമെന്ന്. ഗോവ വന്നിട്ട് എവിടേക്കാണ് വരണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ എത്തിയത് നമ്മള് ഓക്കെ. ഇനി നമുക്ക് കടൽ കാണാം. ഈ ബ്രൈഡ് വന്നിട്ട് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ച് മനസ്സിൽ ചെയ്യണമെന്നുണ്ട് വേണ്ടെന്നുണ്ട്. പക്ഷെ അറ്റ് ലാസ്റ്റ് നമ്മളത് ചെയ്തു വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. കാരണം അടിപൊളി ലുക്കായിരുന്നു. ഒരു ഗോവൻ എന്താ പറയുക, ഒരു ഗോവയിൽ വന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരു കൈൻഡ് ഓഫ് ലുക്കായിരുന്നു എനിക്ക് അറ്റ് ലാസ്റ്റ് കിട്ടിയത് കേട്ടോ. എന്തായാലും ഞാൻ എൻജോയ് ചെയ്തായിരുന്നു ഈ ബ്രൈഡ്. അങ്ങനെ നമ്മൾ ബാഗ ബീച്ചിൽ നിന്ന് തിരിച്ച് വേറൊരു ഫോർട്ട് കാണാൻ പോയായിരുന്നു കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ചാപ്പോര ഫോർട്ടിക്ക് എത്തിട്ടോ. കുറെ നടക്കാണ്ടെങ്കിലും അതിന്റെ മേലത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു നടത്താണ് ഈ നടത്തം. നമ്മളിങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇത്രയും കിതച്ച് പാടുപെട്ട് ഇങ്ങനെ കയറി വന്ന് ഈ ഒരു വ്യൂ കാണാൻ. ഇത് മാത്രമല്ല, ഇതിന് മേലെ ഒരു വ്യൂ കൂടെ ഉണ്ട് കേട്ടോ. ഇനി കാണാൻ പോകുന്ന വ്യൂ ഇറ്റ്സ് അമേസിങ് വ്യൂ ആണ് കേട്ടോ. ഇത് പറഞ്ഞാൽ ഇത്രയും പൊക്കത്തിന്ന് ഒരു കടല് നമ്മൾ മേലേന്ന് കാണാണ് ഗൈസ്. ഇറ്റ്സ് എന്താ പറയാ, ഇത് അടിപൊളി ഒരു വ്യൂ ആയിട്ട് എനിക്ക് തോന്നി. ഈ ഫോണിൽ കാണുന്നത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, പക്ഷെ നേരിട്ട് കാണണ്ടല്ലോ. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഗോവയിൽ പിന്നെ ബീച്ചിന് ക്ഷാമമില്ലാത്ത നെക്സ്റ്റ് പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്.
ഇവിടെ ആവാൻ നമ്മുടെ സൺസെറ്റ് എന്നൊക്കെ വിചാരിച്ച് എൻജോയ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റിയില്ല ഗൈസ്, കാരണം മേഘങ്ങൾ കൊണ്ട് മൂടിക്കായിരുന്നു സണ്ണ്. ബട്ട് ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റിട്ടോ. ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ജസ്റ്റ് ചില്ല് ചെയ്ത് ആ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടു ടൈം. കാരണം നമുക്ക് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് പോകാനുള്ളതാണ്. ഗോവയിൽ ഇനിയും വരാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി റൂമിലേക്ക് ചെന്നത്. നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തിയതും ഒരു കുഞ്ഞു പട്ടികുട്ടി എൻ്റെ പപ്പീനെയും സൂസുവിനെയും ഒക്കെ പുറമെ വന്ന്. ഈ ഒരു ദിവസം നമ്മുടെ എക്സ്പെക്റ്റേഷൻസിലോ പ്ലാനിങ്ങിലോ ഒന്നുമില്ലാത്തൊരു ദിവസം. വാട്ട് എ ഡേ അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ ലൈഫിൽ കടന്നു വരുന്ന ഓരോ മൊമെൻറ്റ്സും നമ്മളെല്ലാവരും എൻജോയ് ചെയ്യേണ്ടതാണ്. അതിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചാൽ അതിലുപരി നമുക്ക് വേറെ എന്താ. ഇപ്പോൾ ഭാവിയിലൊക്കെ ഇത് പിന്നോട്ടെടുത്ത് കാണുമ്പോൾ ഒരു അടിപൊളി മൊമെൻറ്റ്സ് അല്ലേ ഇതൊക്കെ. അപ്പം നിങ്ങളായാലും ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു മനസ്സ്, അതിനായിട്ടുള്ള നേരമൊക്കെ കണ്ടെത്തുക. ഓക്കെ, ബൈ.